നമസ്കാരം. നമ്മളെല്ലാവരും UPI ആപ്പുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അല്ലേ? നമ്മൾ ഗൂഗിൾ പേ ആവട്ടെ, ഫോൺ പേ ആവട്ടെ, പേടിഎം ആവട്ടെ, അങ്ങനെ എല്ലാ തരത്തിലും ഇപ്പോൾ ബാങ്കിന്റെ ആപ്ലിക്കേഷനുകളിൽ പോലും ഇപ്പോൾ UPI വഴി പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഇന്ന് അവൈലബിൾ ആണ്. സോ ഇത്രയും വ്യാപകമായിട്ട് ആളുകൾ UPI ഉപയോഗിക്കുന്നു. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UPIയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. 2026 തൊട്ട് ഈ വർഷം തൊട്ട് UPIയിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ സാധാരണയായി UPI ഉപയോഗിക്കുന്ന സമയത്ത് വളരെ കാഷ്വൽ ആയിട്ട് നമ്മൾ ഒരു പേയ്മെന്റ് നടത്തുന്നു, നമ്മളത് പിന്നീട് മറക്കുന്നു. പക്ഷെ UPIയുമായി ബന്ധപ്പെട്ട് പുതിയ ചില മാറ്റങ്ങൾ, പുതിയ ചില നിയമങ്ങൾ എന്നിവയെല്ലാം വരാൻ പോവുകയാണ്. അവ കൃത്യമായിട്ട് അറിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ അവയെപ്പറ്റി നമുക്ക് അവബോധം ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ടാക്സ് നോട്ടീസ് വരെ ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ നിങ്ങൾ കാണണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ബോസോള മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ അഭിലാഷ്. ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു നിയമം അല്ലെങ്കിൽ ഒരു മാറ്റം എന്ന് പറയുന്നത് UPI ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് ചില പുതിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന സമയത്ത് വളരെ ചെറിയ, നമ്മൾ ചായക്കടയിൽ പോയാലോ അല്ലെങ്കിൽ പലചരക്ക് കടയിൽ പോയാലോ ചെയ്യുന്ന UPI ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട നിയമമല്ല, കുറച്ച് വലിയ എമൗണ്ട് നമ്മൾ UPI വഴി അയക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ചില നിയമങ്ങൾക്ക് മാറ്റം വന്നിരിക്കുകയാണ്. അവ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ നിക്ഷേപവുമായി ബന്ധപ്പെട്ട പേയ്മെന്റ് നടത്തുന്ന സമയത്ത്, അതായത് ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ GST, ഇൻഷുറൻസ്, ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ, ലോണിന്റെ EMI, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കെല്ലാം UPI വഴി പണം ഇടപാട് നടത്തുന്ന സമയത്ത് പെർ ട്രാൻസാക്ഷൻ 5 ലക്ഷം രൂപ വരെയാണ് അയക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഒരു ദിവസം മാക്സിമം ചെയ്യാൻ പറ്റുന്നത് 10 ലക്ഷം രൂപ വരെയുള്ള ട്രാൻസാക്ഷൻ ആണ്. അതായത് 24 മണിക്കൂറിനുള്ളിൽ UPI വഴി 10 ലക്ഷം രൂപ വരെ ട്രാൻസാക്ഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബിൽ അടക്കുകയാണെങ്കിൽ 5 ലക്ഷം രൂപ വരെയാണ് UPI വഴി അടക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഡെയിലി ക്യാപ്പ് എന്ന് പറയുന്നത് 6 ലക്ഷം രൂപയാണ്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ വഴി 5 ലക്ഷം രൂപ, മാക്സിമം ഒരു ദിവസം അയക്കാൻ പറ്റുന്നത് 24 ഹവേഴ്സിൽ അയക്കാൻ പറ്റുന്നത് 6 ലക്ഷം രൂപ. അതുപോലെ തന്നെ സാധാരണഗതിയിലുള്ള UPI ട്രാൻസ്ഫറിന്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ദിവസം 2 ലക്ഷം രൂപ വരെ ഉയർത്തിയിരിക്കുകയാണ്. എന്നിരുന്നാലും റെഗുലർ ട്രാൻസ്ഫർ സ്റ്റിൽ ഫോളോ ചെയ്യുന്നത് 1 ലക്ഷം പെർ ഡേ എന്ന് പറയുന്ന ഒരു ലിമിറ്റേഷൻ ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം അല്ലെങ്കിൽ നിയമം എന്ന് പറയുന്നത് UPI ഐഡിയുമായി ബന്ധപ്പെട്ട കൂളിംഗ് പീരീഡ് ആണ്. അതായത് ഈ ഒരു കൂളിംഗ് പീരീഡ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, നിങ്ങൾ പുതുതായിട്ട് ഒരു UPI ID ആക്ടിവേറ്റ് ചെയ്താൽ ആദ്യത്തെ 24 മണിക്കൂറിൽ 5000 രൂപ മാത്രമേ UPI വഴി ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി നമുക്ക് ക്യാഷ് ട്രാൻസാക്ഷനെ പറ്റി സംസാരിക്കാം. സെക്ഷൻ 269(SS)(T) പ്രകാരം 20,000 രൂപയ്ക്ക് മുകളിലുള്ള ലോണുകൾ കൊടുക്കാനോ വാങ്ങുവാനോ ക്യാഷ് ആയിട്ട് സാധ്യമല്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 100% പെനാൽറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾ UPI ട്രാൻസാക്ഷന് ബദലായിട്ട് ഒരിക്കലും ക്യാഷ് എക്സ്ചേഞ്ച് നടത്തരുത്. ഇനി UPI വഴിയുള്ള ലോൺ ട്രാൻസാക്ഷന്റെ കാര്യത്തിൽ എന്തൊക്കെയാണ് മാറ്റം വന്നിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഒരാൾക്ക് ബാങ്ക് അക്കൗണ്ട് വഴി ഒരാൾക്ക് ലോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻ UPI വഴി ആയിരിക്കണം. അതുപോലെ തന്നെ ഈ ലോണിന്റെ തിരിച്ചടവും UPI വഴി തന്നെ ആയിരിക്കണം. അതായത് എൻറ്റയർ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ മോഡിൽ തന്നെ ആയിരിക്കണം. ക്യാഷ് ട്രാൻസാക്ഷൻ അലൗഡ് അല്ല. മാത്രമല്ല, നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട GST റൂളിന്റെ കാര്യത്തിലും ചില മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. അവ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, 40 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വസ്തുക്കൾ, ഗുഡ്സ് വിൽക്കുന്ന ഒരു ബിസിനസ് ആണ് നിങ്ങൾ നടത്തുന്നതെങ്കിലോ, അതല്ല 20 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള സർവീസ് ബിസിനസ് ആണ് നിങ്ങൾ നടത്തുന്നതെങ്കിലോ, GST രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും GST ചാർജ് ചെയ്തിരിക്കണം, GST റിട്ടേൺസ് ഫയൽ ചെയ്തിരിക്കണം. അത് മാത്രമല്ല, ഈ നിയമങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിച്ചും ഇരിക്കണം. അതുകൂടാതെ UPI വഴി ഗിഫ്റ്റ് നമ്മൾ വാങ്ങുന്ന സമയത്ത് പോലും അതിനകത്തും ചില മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. ഇൻകം ടാക്സിന്റെ പുതിയ നിയമപ്രകാരം 50,000 രൂപ വരെയുള്ള ഗിഫ്റ്റ് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ടാക്സ് ഡിഡക്ഷനും ഇല്ലാതെ UPI വഴി റിസീവ് ചെയ്യാൻ സാധ്യമാണ്. ഇനി അതല്ല, 50,000 രൂപയ്ക്ക് മുകളിലുള്ള എമൗണ്ട് നിങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് റിസീവ് ചെയ്യുകയാണെങ്കിൽ ആ എൻറ്റയർ എമൗണ്ടും ടാക്സബിൾ ആയിരിക്കും. ഇതിനകത്ത് ചില എക്സെപ്ഷൻസ് ഉണ്ട്. നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്നുള്ള സമ്മാനം വാങ്ങുന്ന സമയത്ത്, അതായത് പാരന്റ്സിൽ നിന്നോ സിബ്ലിംഗ്സിൽ നിന്നോ നമ്മൾ ഗിഫ്റ്റ് വാങ്ങുന്ന സമയത്ത് എൻറ്റയർ എമൗണ്ടും ടാക്സ്
ടാക്സ് ഫ്രീ ആണ്. കൂടാതെ വിവാഹ സമയത്ത് UPI വഴി ഗിഫ്റ്റ് ലഭിക്കുന്ന സമയത്തും ആ എൻറ്റയർ എമൗണ്ടും ടാക്സ് ഫ്രീ ആയിരിക്കും. അടുത്തത് ക്യാഷ് ബാക്കുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ്. പല ആപ്പുകളും ക്യാഷ് ബാക്കുകൾ ഇപ്പോൾ റെഡ്യൂസ് ചെയ്തെങ്കിലും ചില പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോഴും ക്യാഷ് ബാക്ക് പോലെയുള്ള സൗകര്യങ്ങൾ അവൈലബിൾ ആണ്. എന്തൊക്കെ തരത്തിലുള്ള ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് ലഭിച്ചാലും അത് വരുമാനമായിട്ട് തന്നെ കണക്കാക്കപ്പെടും. ഇത് അതർ സോഴ്സസ് എന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ഇതിന് ടാക്സും കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി UPI വഴി PF വിഡ്രോവൽ എന്ന് പറയുന്ന സംഭവം നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. അത് എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. അത് സ്റ്റിൽ ഇംപ്ലിമെന്റ് ആവുന്നതേ ഉള്ളൂ. സമീപ ഭാവിയിൽ തന്നെ UPI വഴി PF വിഡ്രോവൽ നടത്താൻ സാധ്യമാണ് എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ട്. ഗവൺമെന്റ് ഓൾറെഡി ഇതിന്റെ പ്രൊപ്പോസലുകൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. സർട്ടൻ ലിമിറ്റിൽ നിന്നുകൊണ്ട് ഉടനെ തന്നെ നമുക്ക് PF എമൗണ്ട് UPI വഴി വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നേക്കാം. മാത്രമല്ല ബാലൻസ് ചെക്കിന്റെ കാര്യത്തിലും ചില ലിമിറ്റുകൾ വന്നിരിക്കുന്നു. UPI വഴി ഇനി നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യുന്നതിന്റെ പരിധി ഒരു ദിവസം 50 തവണ ആയിരിക്കും. അത് മാത്രമല്ല നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ 12 മാസത്തേക്ക് ഇനാക്റ്റീവ് ആകുകയാണെങ്കിൽ നിങ്ങൾ UPI ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആ UPI ID ഡീആക്ടിവേറ്റ് ചെയ്യപ്പെടും. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫണ്ടുകൾ നിങ്ങൾ സെപ്പറേറ്റ് ആക്കി വെക്കുക. UPI ട്രാൻസാക്ഷന് വേണ്ടി മാത്രം ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഒരു ചെറിയ ബാലൻസ് അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങളുടെ മെയിൻ അക്കൗണ്ട് ഒരിക്കലും നിങ്ങളുടെ UPI ഐഡിയുമായിട്ട് ലിങ്ക് ചെയ്യരുത്. വെറും 100 രൂപയുടോ 500 രൂപയുടോ എന്തെങ്കിലും തരത്തിലുള്ള തട്ടിപ്പ് അതിനകത്ത് നടന്നാൽ തന്നെ നിങ്ങളുടെ എൻറ്റയർ അക്കൗണ്ട് ഫ്രീസ് ആവാൻ അത് കാരണമായേക്കാം. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു സ്റ്റേ സേഫ്. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ UPI ട്രാൻസാക്ഷന്റെയും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡാറ്റ, നിങ്ങൾ എന്തൊക്കെ UPI ട്രാൻസാക്ഷൻ ആണ് നടത്തുന്നത് അതിന്റെ എല്ലാം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡാറ്റാ ബേസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇത് ITR ഫയൽ ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ GST റിട്ടേൺസ് കാണിക്കുന്ന സമയത്തും കൂടുതൽ എളുപ്പമായേക്കാം, നിങ്ങളെ സഹായിച്ചേക്കാം. അതുകൂടാതെ ടാക്സ് നിയമങ്ങളെല്ലാം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ബിസിനസ് പേയ്മെന്റുകൾ UPI വഴി വരികയാണെങ്കിൽ നിങ്ങൾ GST ചാർജ് ചെയ്യുക. നിങ്ങളുടെ ടേൺ ഓവർ 40 ലക്ഷം രൂപയിൽ കവിയുകയാണെങ്കിൽ GST രജിസ്ട്രേഷൻ ചെയ്യാനും മറക്കരുത്. സോ ഇപ്പോഴത്തെ പുതിയ നിയമപ്രകാരം വളരെ കൃത്യമായിട്ട് വളരെ സേഫ് ആയിട്ട് നിങ്ങൾക്ക് UPI യൂസ് ചെയ്യണമെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഈ നിയമങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് പാലിക്കുക. ഇങ്ങനെ പാലിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഒന്നും ഒരു പരിധി വരെ നിങ്ങളെ ബാധിക്കില്ല. അതുകൂടാതെ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷനും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ടും എഴുതാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. ബോസ്വാല, ബി ദ ബോസ്.